വനത്തിനുള്ളിൽ കുതിച്ചുപായുന്ന പുഴ സാക്ഷിയാക്കിയുള്ള ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം വടക്കൻ കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ്. ഹൈന്ദവ ക്ഷേത്ര രീതികളിലെ വ്യത്യസ്തതയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ആദിവാസികൾ മുതൽ ബ്രാഹ്മണർ വരെ ഉൾപ്പെടുന്നു ഇവിടുത്തെ കാർമ്മികർ. വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളാണ് ഇളനീർ വെപ്പും ഇളനീരാട്ടവും. കോട്ടയം നാട്ടുരാജ്യത്തിലെ തീയ സമുദായാംഗങ്ങൾക്കും മാത്രമാണ് ഇളനീർ വെപ്പിന് പാരമ്പര്യ അവകാശമുള്ളത്. കോപിഷ്ഠനായ പെരുമാളിന്റെ കോപം തണുപ്പിക്കാൻ ഇളനീർ സമർപ്പിക്കുന്നതിനായി ഇളനീർക്കാവുകൾ എഴുന്നള്ളിക്കുന്നതാണ് ഇളനീർ വരവ്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി വിവിധ പ്രദേശങ്ങളിലുള്ള 121ഓളം ഇളനീർ മഠങ്ങളിൽ നിന്നാണ് കൊട്ടിയൂരിലേക്ക് ഇളനീർക്കാവുകൾ വരുന്നത്. ഇളനീർക്കാർ മേടത്തിലെ വിശാഖം നാൾ മുതൽ വ്രതമെടുക്കുന്നു. നെയ്യാട്ടം നാൾ മുതൽ വ്രതക്കാർ സംഘം ചേർന്ന് ഇളനീർ മഠങ്ങളിൽ പ്രവേശിക്കുന്നു. ഇടവമാസത്തിലെ തിരുവോണം നാളിൽ ഇളനീർ സംഘം എരുവട്ടിക്കാവിൽ നിന്നും പുറപ്പെടുന്നു. ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനായും ശിവകോപം തണുപ്പിക്കുന്നതിനുമായി ശിവപുത്രനായ എരുവട്ടിക്കാവ് ദേവൻ അയക്കുന്ന മനുഷ്യഗണങ്ങളാണ് ഇളനീർ വ്രതക്കാർ എന്നാണ് സങ്കല്പം. ഇളനീർ വെപ്പിന് ഉപയോഗിക്കുന്ന ഇളനീർ കാവിനുമുണ്ട് നിരവധി പ്രത്യേകതകൾ. ഓലമടൽ തുണ്ടിന്റെ ഇരുഭാഗങ്ങളിലും 3 ഇളനീരുകൾ വീതം കൂട്ടിക്കെട്ടി തൂക്കിയതാണ് ഇളനീർക്കാവ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വിഭവങ്ങൾ കൊണ്ടാണ് ഇളനീർക്കാവ് നിർമ്മിക്കുക. ഇളനീരുകൾ ശേഖരിച്ച ശേഷം കരിമ്പനയുടെ തണ്ടും തെങ്ങിന്റെ പാന്തവും ഉപയോഗിച്ചാണ് ഇളനീർക്കാവുകൾ ഒരുക്കുക. തലേ ദിവസം തെങ്ങിന്റെ പാന്തം ശേഖരിച്ച് വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ ചീന്തി മിനുക്കും. ഈ പാന്തം ഉപയോഗിച്ചാണ് ഇളനീർക്കാവ് കെട്ടുക. പ്ലാസ്റ്റിക് വസ്തുക്കളോ മറ്റു സാമഗ്രികളോ ഉപയോഗിക്കാത്തതാണ് ഇതിന്റെ പ്രത്യേകത. കരിമ്പനയുടെ തണ്ടിന്റെ ഇരുവശങ്ങളിലുമായി 3 വീതം ഇളനീരുകൾ കെട്ടിയാണ് കാവ് നിർമ്മിക്കുന്നത്. തീണ്ടലോ തൊടിയിലോ ഇല്ലാത്ത ആളുകളാണ് ഇളനീർക്കാർ. നെയ്യാട്ടത്തിന് പിറ്റേ ദിവസം മുതൽ വ്രതം നോറ്റാണ് ഇവർ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. കാൽനടയായി യാത്ര ചെയ്താണ് ഇളനീർ സംഘം കൊട്ടിയൂരിലേക്ക് എത്തുക. വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി സന്ധ്യയ്ക്ക് കൊട്ടിയൂരിലെത്തും. രാത്രി കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചിറയിലെ കിഴക്കേ നടയിൽ തട്ടും പോളയും വിരിച്ച് കുടിപതി കാരണവർ വെള്ളിക്കിടാരം വെച്ച് രാശിവെച്ചാണ് ഇളനീർ വെപ്പ് ആരംഭിക്കുക. രാത്രി മന്തംചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരിക്കുന്ന ഇളനീർ വ്രതക്കാർ രാശി വിളിക്കുമ്പോൾ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തും. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 വലം വച്ച ശേഷം ഇളനീർ കാവുകൾ സമർപ്പിക്കും. വീരഭദ്രനെ വണങ്ങി ഭണ്ഡാരം പെരുക്കി തിരിച്ചു പോകും. തണ്ടയാന്മാരാണ് അവകാശപ്രകാരം ഇളനീർ വയ്ക്കുക. ഇളനീർ വെപ്പ് പൂർത്തിയായാൽ ഏറ്റവും ഒടുവിലായി എരുവട്ടിത്തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. ഇളനീർ വെപ്പ് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ കൈക്കോളന്റെ നേതൃത്വത്തിൽ കൈക്കോളന്മാർ ഇളനീരുകൾ കാവുകളിൽ നിന്ന് വേർപെടുത്തി ചെത്തിയൊരുക്കി മുഖമണ്ഡപത്തിൽ സമർപ്പിക്കുന്നു. അന്നേ ദിവസം രാത്രി ദൈവത്തിന്റെ വരവെന്ന സവിശേഷ ചടങ്ങും നടക്കും.
പുറങ്കലയൻ എന്ന സ്ഥാനികൻ മുത്തപ്പൻ ദൈവക്കോലം ധരിച്ച് എഴുന്നള്ളുന്ന ചടങ്ങാണിത്. അതിവേഗത്തിൽ ഓടിയെത്തുന്ന ദൈവം സന്നിധാനത്തെത്തി അരിയും കളഭവും സ്വീകരിച്ച് മടങ്ങും. അനുമതി നൽകി ദൈവം മടങ്ങിയാൽ ഇളനീരാട്ടം ആരംഭിക്കും. പാലക്കുന്നം നമ്പൂതിരി രാശി വിളിക്കുന്നതോടെയാണ് ഇളനീരാട്ടം ആരംഭിക്കുക. അദ്ദേഹം 3 ഇളനീരുകൾ കൊത്തി ഉഷകാമ്പ്രം നമ്പൂതിരിയെ ഏൽപ്പിക്കുകയും ആ ഇളനീർ തീർത്ഥം മന്ത്രം ചൊല്ലി സ്വയംഭൂശിലയിൽ അഭിഷേകം നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് പരികർമ്മികളായ ബ്രാഹ്മണർ ഇളനീരുകൾ കൊത്തി വെള്ളിക്കുടങ്ങളിലാക്കുന്നു. പിന്നീടത് സ്വർണ്ണക്കുടത്തിലേക്ക് പകർന്ന് ഇടമുറിയാതെ അഭിഷേകം ചെയ്യുന്നു. രാത്രി തുടങ്ങുന്ന ഇളനീരഭിഷേകം പിറ്റേ ദിവസം വരെയും നീണ്ടു നിൽക്കും. സർവ്വ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന മഹാദേവന്റെ സ്വയംഭൂവിൽ ഇളനീരഭിഷേകം ചെയ്ത് തണുപ്പിക്കുന്ന ഇളനീരാട്ടം അങ്ങനെ സമാപിക്കുന്നു. വാദ്യമേളങ്ങളുടെ ഘോഷവും ഭക്തരുടെ നാമസങ്കീർത്തനാരവങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ പെരുമാളിന് നടത്തുന്ന ഈ അഭിഷേകം കാണേണ്ട കാഴ്ച തന്നെയാണ്.